രാവിലെ തന്നെ ബക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തിന് ഇപ്പോഴായിട്ട് ക്ലേ ഉണ്ടാക്കാനായിട്ടോ ഈ കഷ്ടപ്പാടൊക്കെ. ഞാൻ തന്നെയാണ് ഫുള്ള് വെട്ടലും എല്ലാം ഞാൻ തന്നെ ആയിരുന്നു. പിന്നെ അത് തന്നെ കൊണ്ടുപോയി വെള്ളത്തിൻ്റെ മൂടിലും കൊണ്ടുവന്ന് വെച്ച്. അത്രയ്ക്കുള്ള ബുദ്ധിയൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ അതിനായിട്ട് കുഴക്കുകയാണ്, അതിനകത്തുനിന്ന് വരുന്നില്ല ഒന്നും. പിന്നെ 2 സൈസ് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഈ വീഡിയോയിൽ നിൽക്കുന്ന എന്നെ ആരും കാണാതെ പോകരുത് കേട്ടോ. പിന്നെ നമ്മൾ ആ ബക്കറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് അണ്ടാവിനകത്തിട്ട് കടന്നു ഇരുന്ന് ഫുൾ എനർജിയിൽ ഒരു ഇളക്കലായിരുന്നു. പിന്നെ ഇളക്കലായിരുന്നു. പിന്നെ അതെല്ലാം ഇളക്കി സെറ്റാക്കി അരിച്ചങ്ങോട്ട് എടുക്കാതെ നിൽക്കുമ്പോൾ ദേഹം തുണി വർക്കിംഗ് അല്ല ഗൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു തോർത്തങ്ങ് എടുക്കും. ഇത് ഞങ്ങളുടെ ഉമ്മ കണ്ടാൽ ഞങ്ങളെ പറമ്പിക്കൂടെ ഓട്ടിച്ചിട്ട് അടിക്കാനുള്ള വകയുണ്ട്. എന്നാലും ഇത് ആരും അറിയാത്തൊരു സീക്രട്ടായിട്ടിരിക്കട്ടെ. പിന്നെ ഇത് അരിച്ചെടുക്കല്ലോ എൻ്റെ പൊന്നേ, ചില്ലറ പണിയല്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം പറഞ്ഞങ്ങ് അരിച്ചങ്ങ് സെറ്റാക്കി. പിന്നെ 2 ദിവസമെന്ന് പറഞ്ഞാണ് നമ്മളിതിനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കിടത്തുന്നത്. അത് പിന്നെ 2 ദിവസം 3 ദിവസമായി 4 ദിവസമായി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറന്നപ്പോൾ നല്ല അടിപൊളി ക്ലിയർ വാട്ടർ. പിന്നെ ക്ലിയർ വാട്ടർ നമുക്ക് വേണ്ടാത്തതുകൊണ്ട് അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ അടിമട്ട് എടുക്കും. നമുക്ക് അടിമട്ട് മതി. അങ്ങനെ നമ്മൾ അരിച്ചെടുത്ത തോർത്തിനകത്ത് തന്നെ അടിമട്ട് വെച്ച് കെട്ടി നല്ല അടിപൊളിയാക്കി ടൈറ്റാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് സമാധിയാക്കാം ഇതിനെ. പിന്നെ എൻ്റെ കെറ്റിലൊക്കെ കണ്ടാൽ തോന്നും പ്രോമാക്സ് ആണെന്ന് ചെറുതായിട്ട്. അങ്ങനെ നല്ല ടൈറ്റിൽ കെട്ടുക കേട്ടോ. എന്നാലും നമ്മൾ തൂക്കിയിടുമ്പോൾ ആ ഒരു ഇതിൽ നിൽക്കത്തുള്ളൂ. എവിടെയെങ്കിലും കൊണ്ട് തൂക്കിയിടുക. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ വരുന്നത്. ബായ്.